നയവ്യതിയാനത്തിന്റെ സൂചനയുമായി സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ നവകേരള വികസന രേഖ. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ PPP മോഡലാകാം. വികസന പദ്ധതിക്ക് സെസ് വരുമെന്ന സൂചനയും രേഖയിൽ. വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഉറപ്പാക്കും. നവകേരള വികസന രേഖയിൽ ചർച്ച നാളെ. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ചിലർ പ്രതീക്ഷയ്ക്കൊത്തു ഉയർന്നില്ലെന്ന് സമ്മേളനത്തിൽ വിമർശനം. മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ മന്ത്രിമാരിൽ പലർക്കും കഴിഞ്ഞില്ല. വിശ്വാസികളായ സ്ത്രീകളെ BJP ലക്ഷ്യമിടുന്നെന്നും CPM പ്രവർത്തന റിപ്പോർട്ട്. ക്ഷേത്രങ്ങളിൽ എത്തുന്നവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമം. ബംഗാളിലെ ഇടത് പതനം പാഠമാകണമെന്നും റിപ്പോർട്ടിൽ പരാമർശം. സമ്മേളനത്തിൽ ഇന്ന് പൊതുചർച്ച. കൊല്ലം നഗരത്തിൽ ഫ്ലെക്സ് വെച്ച CPMന് പിഴശിക്ഷ. 3.5 ലക്ഷം രൂപ അടയ്ക്കണം. ഫ്ലെക്സ് സ്ഥാപിക്കാൻ അനുമതി തേടിയെങ്കിലും തീരുമാനമെടുത്തിരുന്നില്ലെന്ന് കോർപ്പറേഷൻ. ഒരു നാൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമം. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ സുരക്ഷിതർ. രണ്ടുപേരും പുനെയിലെ കെയർ ഹോമിൽ. കണ്ടെത്തിയത് ഇന്നലെ അർദ്ധരാത്രി മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ. ഇന്ന് തന്നെ താനൂർ പോലീസിന് കൈമാറും. ആശ്വാസമെന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ. തെളിവെടുപ്പിന് കൊണ്ടുപോകാനിരിക്കെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. അഫാൻ സ്വയം അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് സംശയം. വൈദ്യപരിശോധന നടത്തി. രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമെന്ന് ഡോക്ടർമാർ. മതം നോക്കാതെ ഒന്നിച്ച് ജീവിക്കാൻ അഭയം തേടിയ ജാർഖണ്ഡ് ദമ്പതികൾ കേരളത്തിൽ തുടരുമോ? ജാർഖണ്ഡ് സ്വദേശികളായ ഗാലിബിന്റെയും ആശയുടെയും ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ഇവർക്ക് കേരളത്തിൽ സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ തുടർവാദം. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരോ എന്ന് പരിശോധിച്ച് ന്യൂസ് 18 സർവേ. നഗരങ്ങളിൽ സുരക്ഷിതമെന്ന 82% സ്ത്രീകൾ. രാത്രിയാത്ര ആശങ്കയുണ്ടാക്കുന്ന കാര്യമെന്നും അഭിപ്രായം. സർവേ നടത്തിയത് തിരുവനന്തപുരം അടക്കമുള്ള 20 നഗരങ്ങളിൽ. ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകി കുടുംബം. രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ 900 ചതുരശ്ര മീറ്ററിൽ സ്മാരകം ഉയരും.